കറുത്തവന്റെ പൊട്ട തെറ്റ്. ഗിവ് ഹർ എ ഗുഡ് ഹാൻഡ്. കൈയടിക്കും. എന്താ പേര്? പഠിച്ച ഗുണമാണ്. അറിയാവുന്ന വണ്ടിയോടെ ഉണ്ടായിരിക്കും. എല്ലാവരും ഇവിടെ ഉണ്ടില്ല. ഗുണമുണ്ടോ? പരാജയമാണ് വിജയത്തിന്റെ മുന്നോടി അല്ലെങ്കിൽ ചവിട്ടുപടി. നമ്മളെല്ലാം നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കാൻ വേണ്ടി വരാം. ഇന്റർവ്യൂവും പരാജയം. ഇന്റർവ്യൂവും പരാജയപ്പെടും. കാരണം എന്താ? വാദമില്ല. തെറ്റിപ്പോയാലോ? അതെങ്ങനെ കുട്ടികൾ വാദപ്പെട്ടു? ക്ലാസ്സിൽ തെറ്റോട്ടെ എന്ന് പറയണേ. ഇനി അവിടെ മണ്ടി എന്നൊന്നും പറയത്തില്ല. മോഹമാണ് പറയാൻ ടീച്ചർ എന്തൊക്കെ ഉദ്ദേശിക്കുന്നത്. ആണെന്നറിയില്ല വന്നോളും അല്ലേ? പിന്നെ കുട്ടികൾ വാദറക്കുവോ? ഇല്ല. അറിയാവുന്ന പോലും വാദറക്കില്ല. ചുമ്മാ അതിനെ വടിയോട് തടി മേടിക്കുന്നതാണ്. എന്റെ ക്ലാസ് എന്ത് കൊണ്ടത്തിലും പറഞ്ഞാൽ ഞാൻ പറയും ഗുഡ്. പിന്നെ അടുത്ത കാര്യം പറയാം ഗുഡ്. അതുകൊണ്ട് ക്ലാസ്സിലെ കുട്ടികൾ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ലെന്ന് വെച്ചാൽ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് അർത്ഥം. ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം പല പ്രാവശ്യം പരാജയപ്പെട്ടതാണല്ലേ? ഷർട്ടിടാൻ ആദ്യം അറിയാമായിരുന്നോ? വാച്ച് കെട്ടാൻ അറിയാമായിരുന്നോ? നടക്കാൻ അറിയാമായിരുന്നോ? പലവട്ടം വീഴുമ്പം നടക്കാൻ പഠിക്കും. ഭാര്യയല്ല, ഭാര്യമാരൊക്കെ ഇടി കൊള്ളുന്നതിന് വിളിച്ചു പോകും. നാട്ടുകാരെ ഓടുവാനും തല്ലിക്കൊല്ലുന്നതിന്. ഭർത്താക്കന്മാരുടെ ഇടിയോളം വായങ്ങ് പൊത്തിപ്പിടിക്കുന്ന നാട്ടുകാരുടെ അറിയണ്ടെന്ന്. നെഞ്ചത്ത് കയറി ഇടിക്കുന്ന പറയുന്നത്. എന്റെ അടുത്ത് ലേഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞങ്ങൾ അടി അങ്ങോട്ട് പറിക്കും. അങ്ങേര് തോർത്ത് പിഴിഞ്ഞാൽ എന്തെങ്കിലും പിഴിഞ്ഞിടും. അപ്പോൾ ഒരു ആശ്വാസമാണ്. ഇത് ഞാൻ എന്റെ റിലേറ്റീവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവിടെ വെക്കുകയാണ്. അണ്ണ എന്റെ കാര്യം തന്നെയാണോ പറയുന്നത്? കുട്ടികളെ കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കുന്നത് എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കുട്ടികളെ കുറെ കുറ്റവും പറയും. ഈ കുട്ടിക്ക് എന്റെ മുമ്പിൽ നിന്ന് എപ്പോൾ എണ്ണിച്ചു പോയാൽ മതി എന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല. ഞാൻ പറയും മോനെ അല്ലെങ്കിൽ മോളെ, ഇതേ പ്രായത്തിൽ നിനക്കൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അവൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും? ഒരു പയ്യൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയാ തല്ലി എന്ന് കൊല്ലുന്നു. ആരെയും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്റെ കുട്ടി ഇങ്ങനെ പഠിച്ചാൽ മതിയോ? ആരെയും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും തണലു കിട്ടാൻ തപസിലാണ് നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും. ഞാൻ ഇത്രേ ചൊല്ലാറുള്ളായിരുന്നു. ഗൾഫിലൊക്കെ പോയിട്ട് ഈ രണ്ടുപേരുടെ ചൊല്ലാൻ തുടങ്ങി. ഇലകൾ മൂടിയ മണ്ണും കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങ് നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നെ നിലവിളി. ഞാൻ ഗൾഫിൽ നടക്കാൻ പോയപ്പം എന്താ ബഹളം കിളികളുടെ മരുഭൂമിയില്. ഇവിടെ കാക്കയെ പോലും കാണാനില്ല. ഞാൻ എന്നും രാവിലെ ഭക്ഷണം കഴിക്കുന്ന കാക്കയ്ക്ക് ഇട്ടു കൊടുത്ത് അത് നിന്നിട്ടേ തിന്നു. വിഷം വല്ലതും ഉണ്ട് അറിയണ്ടേ? പേപ്പറിൽ വായിക്കുന്നില്ലേ? ഭർത്താവിന്റെ വണ്ടിയിൽ ഭാര്യ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ചു. പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു. കിടക്കുന്നതിന് മുമ്പ് കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കിയാൽ രക്ഷപ്പെടും. നാലോചിക്ക് സ്വർണം. ഞാൻ കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ കാക്കയെ കാണുന്നില്ല. കാരണം കാക്കയുടെ എണ്ണം കുറഞ്ഞു. കാക്കയുടെ എണ്ണം കുറയാൻ കാര്യം എന്താ? പല കാര്യങ്ങളുണ്ട് അല്ലേ? കാക്ക വരാത്തതിന് രണ്ട് കാര്യം. ഒന്ന് കാക്കയുടെ എണ്ണം കുറഞ്ഞു. പിന്നെയോ കാക്കയ്ക്ക് വഴിയിൽ യഥേഷ്ടം ഭക്ഷണം. ചിക്കൻ ഫ്രൈയൊക്കെ വഴി കിടക്കും. അവിടെ ഉണക്ക ദോശ ഇഡ്ഡലി. കാണാത്ത പലതിനും കാണുന്നു. പണ്ട് കീരിയൊക്കെ കാണണമെങ്കിൽ എൻ്റെ അമ്മയുടെ നാട് കായംകുളം. ഞാൻ കൊല്ലം സിറ്റിയിലാണ്. അമ്മയുടെ നാട് കായംകുളത്തോണം. അപ്പൊ അപൂർവമായിട്ടാണ് കാണാൻ പറ്റുന്നത് കീരിയൊക്കെ. ഇന്ന് കീരിയും ഒക്കെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്തോട്. മയിലിനൊക്കെ ആണെങ്കിൽ തമിഴ്നാട് പോകണമായിരുന്നു. മയിലൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അല്ലെ കുഞ്ഞുങ്ങളായിട്ട് വന്നപ്പോൾ എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു അർത്ഥം. അമ്മയുടെ പേരറിയാവുന്നവര് 4 പേരുടെ പേര് പറയണം. 4 പേരുടെ. അച്ഛന്റെ 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 അമ്മയുടെ 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 അച്ഛന്റെ അറിയാമോ? തെറ്റി പറഞ്ഞ കുടുംബം ഉണ്ടാവും. ഇനി അവരുടെ അച്ഛന്റെ അമ്മയുടെ പേരറിയാവുന്ന ആരെങ്കിലും, അവരുടെ അച്ഛന്റെ അമ്മയുടെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? 8 പേരുടെ പേര് പറയണം. അറിയാമോ? അറിഞ്ഞൂടാ. ആലോചിക്കുക. സ്വന്തം അച്ഛന്റെ 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 പേര് അറിഞ്ഞൂടാ. മൂന്നാമത്തെ തലമുറയെ പറ്റി അറിഞ്ഞൂടാ. യെസ് ഓർ നോ?
ഇനി ഞാൻ പറയുന്ന അറിയാൻ കൈമുക. രാഹുൽ ഗാന്ധി അറിയാം? രാഹുൽ ഗാന്ധി അറിയാം? അറിയാം. രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ പേരറിയാവോ? എന്താണ്? രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധി അച്ഛന്റെ അമ്മയുടെ പേരറിയാവോ? ഇന്ദിരാഗാന്ധി. വണ്ടർഫുൾ. ഇനി രാഹുൽ ഗാന്ധി അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ പേരറിയാവോ? ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റു. വണ്ടർഫുൾ. ഇനി രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ അച്ഛന്റെ പേര്, നെഹ്റുവിന്റെ അച്ഛന്റെ പേര് മോത്തിലാൽ നെഹ്റു. ഓ, വല്ലവരുടെ അപ്പൂപ്പന്റെ ഒരു പേര്, ഞാൻ സ്വന്തം കുടുംബത്തിലൂടെ പേരറിഞ്ഞൂടെ. എന്താ കാര്യം? അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിച്ചു. യെസ് ഓർ നോ? ഊരാൾ പിള്ളയെ ഊട്ടി വളർത്തിന തനിക്കുള്ള താനെ വളരുക. ഞാനങ്ങനെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എടുക്കുന്ന എല്ലാവരെയും ഞാൻ 5 മണിക്ക് വിളിച്ചുണർത്തും.